എല്ലാവർക്കും നമസ്കാരം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഓഫീസിൽ ഒരു ജോലി നോക്കുന്നവർക്ക് 15 തസ്തികയിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. സോ ഈ വീഡിയോ ഫുള്ള് കാണുക. നമ്മൾ ഓരോ തസ്തികയും 1 by 1 ആയിട്ട് നോക്കുന്നുണ്ട്. 15ഓളം തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത്. എക്സാമിനേഷൻ ഇല്ല. 40,000 മുതൽ 50,000 വരെയാണ് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. 31 മെയ് 2026 ലാസ്റ്റ് ഡേറ്റ്. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 15 തസ്തികയുണ്ട്. അതിൽ ഒന്നാമത്തെ തസ്തിക പ്രൊജക്റ്റ് 1ലേക്ക് GASAB വിങ്ങിലേക്കാണ് ഒന്നാമത്തെ തസ്തികയിൽ വേക്കൻസി വന്നിരിക്കുന്നത്. യങ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ആ തസ്തികയുടെ പ്രൊജക്റ്റ് ID YP01 ആണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ എക്കണോമിക്സ് അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസ് അല്ലെങ്കിൽ പബ്ലിക് പോളിസി അല്ലെങ്കിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എക്കണോമിക്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ് അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ തസ്തികയിലേക്ക്. ഡിസറബിൾ ആയിട്ട് 1 മുതൽ 3 ഇയേഴ്സ് വരെയാണ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നത്. ഡിസറബിൾ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ്. 2 വർഷത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുന്നത്. സാലറി സ്കെയിൽ 40,000 മുതൽ 50,000 വരെയാണ് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. സോ അടുത്ത പോസ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത പ്രൊജക്റ്റ് ID YP02 ആണ് പ്രൊജക്റ്റ് ID. യങ് പ്രൊഫഷണൽ തന്നെയാണ്. വിങ് കൊമേഴ്ഷ്യൽ ഓഡിറ്റ് വിങ്ങിലേക്കാണ്. CA അല്ലെങ്കിൽ CS അല്ലെങ്കിൽ CMA ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്കുള്ള റെമ്യൂണറേഷൻ സാലറി പറഞ്ഞിരിക്കുന്നത് 40,000 മുതൽ 50,000 വരെയാണ് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രൊജക്റ്റ് ID YP03 ആണ്. കൊമേഴ്ഷ്യൽ ഓഡിറ്റ് വിങ് CA14 കോർഡിനേഷൻ സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. യങ് പ്രൊഫഷണൽ തസ്തിക തന്നെയാണ്. 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ വിത്ത് അഡ്വാൻസ്ഡ് നോളജ് ഓഫ് വർക്കിംഗ് ഓൺ ഡേറ്റ അനലിറ്റിക് ടൂൾ ലൈക്ക് MS Excel ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ്. പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് 40,000 മുതൽ 50,000 വരെയാണ് ആ തസ്തികയിലേക്കും സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രൊജക്റ്റ് 4ലേക്കാണ്. പ്രൊജക്റ്റ് ID YP04 ആണ്. വിങ് ഡയറക്റ്റ് ആക്സസ് വിങ് ആണ്. യങ് പ്രൊഫഷണൽ തസ്തിക തന്നെയാണ്. 30 വയസ്സ് വരെയാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് അല്ലെങ്കിൽ പബ്ലിക് പോളിസി അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡേറ്റ സയൻസ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കുന്നത്. മാക്സിമം 2 വർഷത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുന്നത്. സാലറി സ്കെയിൽ 40,000 മുതൽ 50,000 വരെ മാസം സാലറി ആയിട്ട് ലഭിക്കുന്നതാണ്. അടുത്ത പ്രൊജക്റ്റ് 5 ആണ്. YP05 എന്ന പ്രൊജക്റ്റ് ID ആണ്. വിങ് ഇന്റർനാഷണൽ റിലേഷൻ വിങ് ആണ്. യങ് പ്രൊഫഷണൽ തസ്തികയാണ്. 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 1/4/2026 ബേസിസിലാണ് ഈ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 40,000 മുതൽ 50,000 വരെയാണ് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രൊജക്റ്റ് 6 ആണ്. YP06 ആണ്. വിങ് ഇന്റർനാഷണൽ റിലേഷൻ വിങ് ആണ്. യങ് പ്രൊഫഷണൽ തസ്തികയാണ്. 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. BE BTech അല്ലെങ്കിൽ MTech ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ കമ്പ്യൂട്ടർ IT ആണ് പറഞ്ഞിരിക്കുന്നത്. 40,000 മുതൽ 50,000 വരെയാണ് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രൊജക്റ്റ് 7 ആണ്. YP07 ആണ് പ്രൊജക്റ്റ് ID. വിങ് ഗവൺമെന്റ് അക്കൗണ്ട് വിങ് ആണ്. ഗ്രാജുവേറ്റ് ഇൻ അപ്ലൈഡ് എക്കണോമിക്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 40,000 മുതൽ 50,000 വരെയാണ് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പ്രൊജക്റ്റ് 8 ആണ്. പ്രൊജക്റ്റ് ID YP08 ആണ്. ഗവൺമെന്റ് അക്കൗണ്ട് വിങ്ങിലേക്കാണ്. യങ് പ്രൊഫഷണൽ ആണ്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ BTech ഓർ MTech കമ്പ്യൂട്ടർ IT പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത പോസ്റ്റ് YP09 ആണ്. പ്രൊജക്റ്റ് ID വിങ് ഓട്ടോണമസ് ബോഡീസ് വിങ് ആണ്. ഗ്രാജുവേഷൻ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ. 2 വർഷം വരെയാണ് നിയമനം ഉണ്ടായിരിക്കുന്നത്. സാലറി സ്കെയിൽ 40,000 മുതൽ 50,000 വരെയാണ് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രൊജക്റ്റ് ID YP010 ആണ്. വിങ് റെയിൽവേ വിങ്ങിലേക്കാണ്. റിമോട്ട് ഡിജിറ്റൽ ഓഡിറ്റ് സെല്ലിലേക്കാണ് വേക്കൻസി. യങ് പ്രൊഫഷണൽ ആണ്. ഗ്രാജുവേറ്റ് ആണ്. ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. IT സ്കില്ലൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വർഷത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുന്നത്. 40,000 മുതൽ 50,000 വരെയാണ് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പ്രൊജക്റ്റ് 11 ആണ്. പ്രൊജക്റ്റ് ID YP011 ആണ്. വിങ് നോളജ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് വിങ് ആണ്. യങ് പ്രൊഫഷണൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. പ്രൊഫഷൻസ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രൊഫഷൻസ് ഉണ്ടായിരിക്കണം. MS ഓഫീസ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള സ്കില്ലൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വർഷം വരെയാണ് നിയമനം ഉണ്ടായിരിക്കുന്നത്. 40,000 മുതൽ 50,000 വരെയാണ് സാലറി സ്കെയിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രൊജക്റ്റ് 12 ആണ്. വിങ് ഇൻഫർമേഷൻ സിസ്റ്റം വിങ് ആണ്. യങ് പ്രൊഫഷണൽ പോസ്റ്റ് ആണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് ഡിസിപ്ലിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള പ്രൊഫഷൻസ് സ്കില്ലും ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വർഷം വരെയാണ് നിയമനം ഉണ്ടായിരിക്കുന്നത്. സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് സെയിം സാലറി സ്കെയിൽ തന്നെയാണ് എല്ലാ പോസ്റ്റിലേക്കും. 40,000 മുതൽ 50,000 വരെയാണ്. സോ അടുത്ത പോസ്റ്റ് പ്രൊജക്റ്റ് ID YP13 ആണ്. ഇൻഫർമേഷൻ സിസ്റ്റം വിങ് ആണ്. അസിസ്റ്റന്റ് നേമത്തെ പ്രൊജക്റ്റ് അസിസ്റ്റന്റ് RFP ആണ്. യങ് പ്രൊഫഷണൽ ആണ്. ഒരു വേക്കൻസി 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്.
അതുപോലെ തന്നെ മാസ്റ്റർ ഡിഗ്രി ഇൻ ഫിനാൻസ് അല്ലെങ്കിൽ MBA ഉണ്ടെങ്കിൽ പ്രിഫറബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. MS ഓഫീസ് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വർഷം വരെയാണ് നിയമനം ഉണ്ടായിരിക്കുന്നത്. 40,000 മുതൽ 50,000 വരെയാണ് സാലറി സ്കെയിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രൊജക്റ്റ് 14 ആണ്. വിങ് സ്റ്റാറ്റിക് വിങ് ആണ്. യങ് പ്രൊഫഷണൽ ആണ്. പോസ്റ്റ് നെയിം 30 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റാറ്റിക്സ് ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ വിത്ത് 65% മാർക്ക് ആ തസ്തികയിലേക്ക് ചോദിച്ചിട്ടുണ്ട്. 2 വർഷം വരെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഡിസേബിൾ ആയിട്ട് 2 വർഷം വരെയാണ് നിയമനം ഉണ്ടായിരിക്കുന്നതും. 40,000 മുതൽ 50,000 വരെയാണ് സാലറി സ്കെയിൽ. സോ 15ാമത്തെ പോസ്റ്റ് സ്റ്റാഫ് സെക്ഷനിലേക്കാണ്, സ്റ്റാഫ് വിങ്ങിലേക്കാണ്. YP015 ആണ് പ്രൊജക്റ്റ് ID. നിയമ പോസ്റ്റ് യങ് പ്രൊഫഷണൽ ആണ്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് BTech ഓർ BE ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ IT അല്ലെങ്കിൽ ഇക്വലന്റ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷം വരെ ആയിരിക്കും നിയമനം ഉണ്ടായിരിക്കുന്നത്. 40,000 മുതൽ 50,000 വരെയാണ് സാലറി സ്കെയിൽ. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്